സഹോദരങ്ങളെ, ഈ ബാപ്പാനെ കൊണ്ട് പൊറുതിമുട്ടി. പക്ഷേ ബാപ്പാനെ കൊല്ലാൻ തങ്ങൾ പെർമിറ്റ് കൊടുത്തില്ല. കാരണം ഒരിക്കലും ബാപ്പാന്റെ വധത്തിന് മകൻ കാരണമാകരുത്, മകൾ കാരണമാകരുത്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ബാപ്പാനെ കൊന്നോന് സ്വത്തിന്റെ അധികാരമില്ല, ഉമ്മാനെ കൊന്നോന് സ്വത്തിന്റെ അധികാരമില്ല. മക്കളെ ബാപ്പ കൊന്നാലോ തിരിച്ചു ബാപ്പാനെ കൊല്ലുമോ? കൊല്ലൂല. അതുകൊണ്ട് ഇനി നാളെ മുതൽ മക്കളെല്ലാവർക്കും കൊല്ലാന്നല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ആരും വിധി ചെയ്തരുത്. മസാല അങ്ങനെയാണ്. മക്കളെ കൊന്നതിന്റെ പേരിൽ തിരിച്ച് ബാപ്പാനെ കൊല്ലൂല. ബാപ്പാനെ കൊന്നതിന്റെ പേരിലോ മക്കൾക്ക് ഖിസാസും ഉണ്ട്. അത് ബഹുമാനത്തിന്റെ മാർഗം പഠിപ്പിച്ചതാണ്. ബാപ്പാനെ കൈപിടിക്കൽ ബഹുമാനമില്ലേ? ബാപ്പാനെ കൈ ചുംബിക്കൽ ബഹുമാനമില്ലേ? ബാപ്പാനെ ആലിംഗനം ചെയ്യൽ ബഹുമാനമല്ലേ? ബാപ്പയോട് മുസാഫഹത്ത് ചെയ്യൽ ബഹുമാനമില്ലേ? എന്താണ് ഇതിന്റെ കാരണം? ബാപ്പാനെയും ഉമ്മാനെയും കൈപിടിക്കാനുള്ള കാരണം ക്വാളിഫിക്കേഷൻ അല്ല, വിദ്യാഭ്യാസത്തിന്റെ ഡിഗ്രി അല്ല, ബാപ്പാനെ ഉമ്മാനെ ശരീര സൗന്ദര്യമല്ല, സാമ്പത്തിക അഭിവൃദ്ധിയല്ല, ബാപ്പയായി ഉമ്മയായി എന്നൊരൊറ്റ കാരണമാണ്. ആ ബാപ്പാനെ ഉമ്മാനെ പൊരുത്തമുള്ളവരിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. സദഖ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിച്ചില്ലേ, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. മാതാവൊന്ന് കോപിച്ചാൽ, പിതാവൊന്ന് കോപിച്ചാൽ അതിന് ശരിയായ ഫലം വരും. അതെപ്പോഴും പേടിക്കേണ്ടതാണ്. വിശിഷ്യ പ്രായാധിക്യത്തിൽ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പക്ഷേ കുട്ടിക്കാലത്തെക്കാളും പ്രായാധിക്യം തകരാറാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല ആ ഒരു സൗന്ദര്യം പറഞ്ഞു നോക്ക് നിങ്ങൾ. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ. അല്ലാഹു കൽപ്പിക്കുന്നു. വഖലാ റബ്ബുക, നിന്റെ റബ്ബ് ഉത്തരവിട്ടു, അവൻ കൽപ്പിച്ചു. അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, അവനല്ലാതെ മറ്റാർക്കും ആരാധന നടത്തരുത്. രണ്ടാമത്തെ തീർപ്പെന്താണെന്നറിയോ? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും അല്ലാഹു കൽപ്പിച്ചു. ബാപ്പാനോട് ഉമ്മാനോട് എന്തെങ്കിലും അസ്വാരസ്യങ്ങളെ പേരിൽ പിണക്കം വന്നെങ്കിൽ, സഹോദരങ്ങളെ, കുറ്റക്കാര് ബാപ്പമാര് ഉമ്മമാരാണെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുത്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങണം. കുറ്റപ്പെടുത്താതെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങണം. കാരണം ബാപ്പയും ഉമ്മയും എന്നൊരു സ്ഥാനം ചെറിയ സ്ഥാനമല്ല, ചെറിയ ബഹുമാനമല്ല. അവർക്ക് ഗുണം ചെയ്യണം, അവരുടെ പെർമിഷൻ വേണം, അവരുടെ അനുവാദം വേണം. കല്യാണം കഴിക്കാൻ ഉസ്താദേ ഞാനങ്ങ് സെലക്ട് ചെയ്താ പോരെ? പോരാ മോനെ, പോരാ മോളെ. നീ അങ്ങ് ഡിഗ്രിക്ക് പഠിക്കുമ്പോ, നീ അങ്ങ് പ്ലസ് ടുവിന് പഠിക്കുമ്പോ നീ ഒരു സെലക്ഷൻ നടത്തിയാ പോരാ. ബാപ്പാന്റെ ഉമ്മാന്റെ പെർമിഷൻ വേണം. ഹജ്ജിന് പോകാൻ ബാപ്പാന്റെ ഉമ്മാന്റെ അനുവാദം വേണം. നാട് വിട്ട് കച്ചവടത്തിന് പോകാൻ ബാപ്പാന്റെ ഉമ്മാന്റെ പെർമിഷൻ വേണം. മുത്തുനബി തങ്ങളോടുകൂടെ ഹജ്ജിന് പോകാനും ബാപ്പാന്റെ ഉമ്മാന്റെ അനുവാദം വേണം. ബാപ്പ ഉമ്മാന്റെ അനുവാദമില്ലാതെ പോകാൻ പറ്റിയ ഒരു കാര്യം ത്വലബുൽ ഇൽമു മാത്രമാണ്. ഇൽമു തേടുക എന്നൊരു വിഷയം മാത്രമാണ്. ബാക്കി എല്ലാറ്റിനും വേണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ താല്പര്യപ്പെട്ട് ഇഷ്ടം പോലെ ആഗ്രഹം വെച്ച് യമനിൽ നിന്നൊരു സ്വഹാബി വന്നു. ഇന്ന് യമനിൽ നിന്ന് വരാന്ന് പറഞ്ഞ പ്രയാസമല്ല, അന്ന് യമനിൽ നിന്ന് വന്നു. എത്ര പ്രയാസകരമായ യാത്രയാണ്. എന്തിനാ നിങ്ങൾ വന്നത്? ഞാൻ തങ്ങളോടൊപ്പം ജിഹാദിൽ പങ്കെടുക്കാൻ വന്നതാ നബിയെ. അഹയ്യുൻ വാലിദൈക്, ബാപ്പ ഹയാത്തിലുണ്ടോ ഉമ്മ ഹയാത്തിലുണ്ടോ? രണ്ടാളും ഹയാത്തിലുണ്ട്. അവര് സമ്മതിച്ചോ നിങ്ങൾ വരുമ്പോ? ഇല്ല നബിയെ, അവര് കരഞ്ഞുപോയി. ഇർജിഇ ഇലൈഹിമാ, നിങ്ങൾ അവരിലേക്ക് മടങ്ങിപ്പോകൂ. എന്നിട്ട് ആ കരഞ്ഞ മുഖങ്ങൾ നിങ്ങൾ ചിരിപ്പിക്കൂ, അവർക്ക് സന്തോഷം
പകരൂ. എന്നാണോ അവരനുവാദം കിട്ടുന്നത് അന്ന് മാത്രം വരണേ, അല്ലാതെ വരേണ്ടതില്ല. ഉസ്താദേ, ഈ കാലഘട്ടത്തിൽ അങ്ങനൊക്കെ പറഞ്ഞാ നടക്കോ? അതാണ് പൊരുത്തെന്ന് പറഞ്ഞത്, അതാണ് ഗുരുത്വം എന്ന് പറഞ്ഞത്. സ്വന്തം കാലിൽ നിൽക്കാനായാൽ ബാപ്പാനെ തള്ളരുത്, അവർക്ക് നല്ല ഗുണം ചെയ്തു കൊടുക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ, ബാപ്പ ഉമ്മ ഒരാളിൽ നിന്റെ സമീപത്ത് താമസിക്കുമ്പോ വാർദ്ധക്യമെത്തിയാൽ, ഔ കിലാഹുമാ, അല്ലെങ്കിൽ രണ്ടാൾക്കും വാർദ്ധക്യമെത്തിയാൽ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നത് കണ്ടാൽ അവരെ നീ ഒരു ഭാഗത്ത് തളച്ചിടരുത്. നിന്നെ കുട്ടിക്കാലത്തൊരു പനി വന്നിട്ട് ദിനരാത്രങ്ങളോളം പണി മുടക്കിയിട്ട്, ഭക്ഷണം മുടക്കിയിട്ട്, ഉറക്കം മുടക്കിയിട്ട് പരിരക്ഷിച്ച പരിലാളിച്ച ഉമ്മാനെ വാപ്പാനെ പ്രായാധിക്യത്തിന് നീ അങ്ങ് വീട്ടു തടങ്കലിലാക്കരുത്. അവരെ നീ ശുശ്രൂഷിക്കണം. അവരെന്തെങ്കിലും കാലം മരിക്കും വരെ നോക്കിയാ മതിയല്ലോ എന്ന് കരുതിയിട്ടല്ല, വേണ്ടതുപോലെ നീ പരിചരിക്കണം. നല്ല നീയത്തോടെ നീ ശുശ്രൂഷിക്കണം. ലക്ഷങ്ങൾ ചെലവ് വന്നാലും കോടികൾ ചെലവ് വന്നാലും ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തത്തിനപ്പുറം ആ ലക്ഷങ്ങളും കോടികളും എത്തൂല. ചെലവഴിക്കാൻ മടിയുള്ളവർ എന്ത് പറയുന്നത്? മോനെ, തീരെ സുഖല്ല, ബാപ്പക്ക് നടക്കാനൊന്നും കഴിയണില്ല, അല്ലാത്ത വിഷമുണ്ട് എന്ന് പറഞ്ഞ ബാപ്പ 65-70 ആയാൽ അങ്ങനെയാണ്. നിങ്ങൾ നല്ലോണം ക്ഷമിച്ചോളൂ, അങ്ങനെയൊക്കെ ഉണ്ടാകും. എന്നാലും ഹോസ്പിറ്റലിൽ പോകാന്നല്ല പറയുന്നത്. 65 ആയില്ലേ ബാപ്പ, ഇത്രയും കാലം ആയുസ് തന്നില്ലേ, ഇനി ഒന്ന് റെസ്റ്റ് എടുത്തോളൂ, ഇനി എവിടേക്കും പോകണ്ട. അല്ല മോനെ, എനിക്കൊന്ന് നടന്നിട്ട് അങ്ങാടിക്കൊന്ന് പോയി കൂട്ടുകാരെ കാണാൻ അതാർക്കും ഉണ്ടാവില്ല താല്പര്യം. വൈകുന്നേരമൊക്കെ ഒന്നൊരു 4 കൂട്ടുകാരോട് സലാം പറയാനും അവരോടൊപ്പം ചായ കുടിക്കാനും പള്ളിയിലേക്കൊന്ന് നടന്നു വരാനും ആർക്കാ മോഹമില്ലാതിരിക്കാം? മോനെ, ഒന്ന് ട്രീറ്റ്മെന്റിന് അതൊക്കെ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടാ ബാപ്പ. അങ്ങാനും നിങ്ങളൊരു ഓപ്പറേഷൻ ചെയ്താല് പിന്നെ അതൊക്കെ നോക്കി നിൽക്കാൻ ആരെങ്കിലും കിട്ടും? എനിക്കെന്റെ ജോലിക്ക് പോകണ്ടേ? ഇന്നത്തെ ഭാഷയാ ഞാൻ പറയുന്നത്. എനിക്ക് ജോലിക്ക് പോയിട്ട് എന്റെ മക്കളൊക്കെ നോക്കണ്ടേ? അപ്പൊ ഈ ബാപ്പാനെ മറന്നു. ഈ മക്കള് വന്നപ്പോ ബാപ്പാനെ മറക്കാൻ പാടില്ല. പേരമക്കൾ വന്നാലും ബാപ്പാനെ മറക്കാൻ പാടില്ല. മക്കൾ 25 ആയാലും ബാപ്പാനെ മറക്കാൻ പാടില്ല, ഉമ്മാനെ മറക്കാൻ പാടില്ല. അവരെ വേണ്ടതുപോലെ ശുശ്രൂഷിക്കണം, വേണ്ടതുപോലെ പരിചരിക്കണം. എന്ത് സാഹസവും അതിനനുഭവിക്കണം. ആ ബാപ്പാനെ ഉമ്മാനെ പൊരുത്തം നേടണം, അതിന് കഠിനാധ്വാനം ചെയ്യണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 4 വിഭാഗം ജനങ്ങളെ പരിചയപ്പെടുത്തിയ ഒരു ഹദീസിൽ ആ 4 പേരും സ്വർഗത്തിലാണെന്ന് തങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞപ്പോ 4ാമതായ ഹദീസിൽ പറഞ്ഞു, അതേ അൽബാറു ലിവാലിദൈ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവൻ അവൻ സ്വർഗത്തിലാണ്. എന്നിട്ട് തങ്ങൾ എടുത്തു പറഞ്ഞു, തൂബാ ലിമൻ ബർറ വാലിദൈഹി വവൈലുൽ ലിമൻ അഖഹുമാ, മാതാപിതാക്കൾക്ക് സ്നേഹം ചൊരിയുന്നവൻ, അവർക്ക് സന്തോഷം പകരുന്നവൻ, അവർക്ക് ഗുണം പകരുന്നവൻ, അവർക്ക് സ്വാഗതമുണ്ട്, സന്തോഷമുണ്ട്. വവൈലുൽ ലിമൻ അഖഹുമാ, അവരെ വെറുപ്പിക്കുന്നവർക്ക് നാശവും ഉണ്ട്. നാശം പിടിച്ചവരാകാൻ പാടില്ല. ബാപ്പാന്റെ ഉമ്മാന്റെ പൊരുത്തം നേടുന്നവരാകണം. അപ്പോഴേ സഹോദരങ്ങളെ നമ്മുടെ മക്കൾ നന്നാകൂ. ആ ബാപ്പാന്റെ ഉമ്മാന്റെ സ്നേഹം നമ്മൾ സമ്പാദിക്കുമ്പോഴേ നമ്മുടെ തലമുറയും പരമ്പരയും നന്നാകൂ. അവർക്ക് ഗുണം ചെയ്യുമ്പോഴേ നമുക്കും ഗുണം ചെയ്യാൻ മക്കളെ അള്ളാഹു കണക്കാക്കുകയുള്ളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ പോലും കാണാൻ കഴിയാതെ വീട്ടിൽ താമസിച്ച മഹാനാണ് ഉവൈസിനുൽ ഖറനി റളിയല്ലാഹു അൻഹു. ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ എത്ര വലിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തൊട്ടു തലേ വർഷം സ്വഹാബത്തിനോട് ഒരിക്കൽ തങ്ങൾ പറഞ്ഞു, യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ, ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളെ സമീപത്തേക്ക് വരും. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവനും വെള്ളപ്പാണ്ട് രോഗമായിരുന്നു. ഉമ്മ ദ്വാർന്നിട്ട് രോഗമൊക്കെ മാറി. ഒരു ചെറിയ ദിർഹമിന്റെ വലുപ്പത്തിൽ ഒരു കല മാത്രം ഇപ്പൊ ബാക്കിയുണ്ട്.
ഉണ്ട്. ഒരു തിരിച്ചറിയൽ അടയാളം എന്ന നിലക്ക് അല്ലാഹ് ബാക്കി വെച്ചതായിരിക്കും. ബാക്കിയെല്ലാം ശമനമായിട്ടുണ്ട്, ശിഫയായിട്ടുണ്ട്. ആ ഉവൈസ് ഇബ്നു ആമിർ എന്നെ കണ്ടിട്ടില്ല, പക്ഷേ എന്താണ് അദ്ദേഹത്തിനുള്ള ക്വാളിഫിക്കേഷൻ? ലഹു വാലിദ, ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾക്കൊരു മാതാവുണ്ട്. വഹുവ ബിഹാ ബർറുൻ, ആ മാതാവിന് തികഞ്ഞ മകനാണ്, പൊരുത്തപ്പെട്ട ഗുണം ചെയ്ത മോനാണ്. അതുകൊണ്ട് ഉവൈസ് ഇബ്നു ആമിറിനെ കണ്ടാൽ നിങ്ങൾ കൈപിടിക്കണം, ദുആ ചെയ്യിപ്പിക്കണം. ദുആഇന് വലിയ ഉത്തരം കിട്ടുന്ന മഹാനാണ്. പിന്നീട് 10 കൊല്ലം ഹജ്ജിന് പോയല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം 10 വട്ടം ഹജ്ജിന് പോയപ്പോ ഓരോ കൊല്ലവും പോയിട്ട് ചോദിക്കും, ഐന അഹ്ലുൽ യമൻ, യമൻകാർ എവിടെ? യമൻകാർ കൈബന്ധിച്ചാൽ അവരടുത്തേക്ക് ചെല്ലും. അഫീക്കും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളെ കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിർ എന്നൊരു ചെറുപ്പക്കാരൻ ഹജ്ജിന് വന്നിട്ടുണ്ടോ? ഒരു കൊല്ലം പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്നത് ഏത് ഉവൈസാണ്? ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഉവൈസ് ഉണ്ട്. അതേ, ഒരു ഉവൈസിനെ പറഞ്ഞു തരാം. അദ്ദേഹം ഖലീലുൽ മതാ, വീട്ടിൽ ഉപകരണങ്ങളൊക്കെ കുറഞ്ഞ വ്യക്തിയാണ്. റസ്തുൽ ഹൈആ, ശരീരം കാണാൻ വലിയ കോലമൊന്നുമില്ല. ഗബ്റാ, പൊടി പുരണ്ട് ജീവിക്കുന്ന ആളാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്ന ഉവൈസ് അതാണ്. ആ ഉവൈസിനൊരു മാതാവില്ലേ? മാതാവ് നേരത്തെ ഉണ്ടായിരുന്നു. ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളെ കൂട്ടത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, നാട്ടിലാണുള്ളത്, വന്നിട്ടില്ല. രണ്ടാമത്തെ കൊല്ലവും പോയി ചോദിക്കുന്നു, ഉവൈസ് ഇബ്നു ആമിർ വന്നിട്ടുണ്ടോ? അതെ, വന്നിട്ടുണ്ട്. എവിടെയാണ്? എനിക്കൊന്ന് കാണണം. ആരാ ചോദിക്കുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമ്മാക്ക് തികഞ്ഞ മോനാണ്. നിങ്ങൾ പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ നോക്ക്. നിങ്ങൾ തങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന ആളാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു. വല്ലാതെ മോഹിച്ചു. കാരണം യമനിൽ നിന്ന് പലരും മദീനയിൽ പോയിട്ട് മക്കയിൽ പോയിട്ട് തങ്ങളെ കണ്ടുവരുന്ന വാർത്ത പറയുമ്പോ ആർക്കാ മോഹല്ലാതിരിക്കുക? പക്ഷേ ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ ഉമ്മാനോട് ഒന്ന് ചോദിക്കും, ഉമ്മ ഞാനൊന്ന് പോയി വരട്ടെ. അപ്പൊ ഉമ്മ ചോദിക്കും, മോനെ നീ പോയാ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ, നീ എന്തിനാ പോകുന്നത്? അപ്പൊ പിന്നെ ചോദിക്കൂല. പിന്നെയും കുറച്ചു കാലം കഴിയുമ്പോ പിന്നെ ചോദിക്കും, ഉമ്മ ഞാനൊന്ന് മദീനയിൽ പോയി വരട്ടെ, മുത്തുനബി തങ്ങളൊന്ന് കാണാനാണ്. മോനെ ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ, ഇവിടെ ആരുമില്ലല്ലോ, ഉപ്പ മരണപ്പെട്ടു പോയില്ലേ, എന്നെ നോക്കാൻ ആരാ? പിന്നെ ചോദിക്കൂല. പിന്നെ ആഗ്രഹം അങ്ങനെ വരുമ്പോ പിന്നെയും പിന്നെയും പതുക്കെ പോയി ചോദിക്കും. ഒരു ദിവസം ഉമ്മ പറഞ്ഞു, പോകണോ? എന്നാ പൊയ്ക്കോളൂ. പക്ഷേ ഉമ്മ പറഞ്ഞ കണ്ടീഷൻ എന്താണെന്നറിയോ? പൊയ്ക്കോളൂ, സുർഹു ഫീ ബൈതിഹി, വീട്ടിൽ പോയിട്ട് മുത്തുനബി തങ്ങളെ സിയാറത്ത് ചെയ്തോളൂ, സന്ദർശിച്ചോളൂ. വഉദ് സരീആ, വേഗത്തിൽ മടങ്ങി വരണേ, നേരം വൈകരുത്. ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾക്ക് കിട്ടിയ സന്തോഷമാണ്. ഈ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം ഇമാം ഖല്ലൂബി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. സുർഹു ഫീ ബൈതിഹി വഉദ് സരീആ, വീട്ടിൽ പോയി സന്ദർശിച്ച് വേഗം മടങ്ങി വന്നോളൂ. ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ കിട്ടിയ സന്തോഷം കൊണ്ട് മദീനയിലേക്ക് പോയി. 2 കണ്ടീഷൻസാ ഉള്ളത്. ഒന്ന്, വീട്ടിൽ പോയി കാണണം. രണ്ടാമത്, പെട്ടെന്ന് മടങ്ങി വരണം. മദീനയിൽ പോയി അന്വേഷിച്ചു, ഇന്ന് ഏത് വീട്ടിലാണ്? എല്ലാവരും പറഞ്ഞു ഫീ ബൈതി ആയിഷ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. അവിടെ പോയപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കുറച്ചു നേരം മുമ്പ് പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലാ, വലിയ ആഗ്രഹം വെച്ച് മദീനയിൽ പോയതാ. എത്ര കാലത്ത് ആഗ്രഹമാണ്. തങ്ങളെ ഒന്ന് കണ്ട് ഒരു സെക്കൻഡ് തങ്ങളോടൊപ്പം ഒന്ന് ഇജ്തിമാഅ് ചെയ്തു വരാൻ, ഒന്ന് ഒരുമിച്ച് കൂടി വരാൻ. ലോകത്തതിനേക്കാളും വലിയ ഭാഗ്യം എന്താണ്? അതിനേക്കാളും വലിയ വിലായത്ത് എന്താണ്? വലിയ നൂറേതാണ്? അതിനേക്കാളും വലിയ നൂറില്ല. പക്ഷേ നബി തങ്ങൾ വീട്ടിലില്ല എന്നറിഞ്ഞപ്പോ രണ്ടാമത്തെ നിർദ്ദേശം എന്താണ്? കാത്തു നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. വഴുത് ശരി, വേഗം മടങ്ങി വരണമെന്നല്ലേ. പള്ളിയിലേക്ക് പോകാൻ ഉമ്മാന്റെ അനുവാദമില്ല, വീട്ടിൽ പോയി കാണാനല്ലേ ഉമ്മ പറഞ്ഞത്. അതാണ് തികഞ്ഞ മകന് എന്ന് പറഞ്ഞത്. പറഞ്ഞതുപോലെ കേട്ട മോനാണ്. തിരിച്ചങ്ങ് നടന്നു യമനിലേക്ക്. ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു
താബീങ്ങളിൽപ്പെട്ട മുഹദർമീങ്ങളിൽപ്പെട്ട മഹാനാണ്. തങ്ങളെ കാലത്ത് ഹയാത്തിലുണ്ട്, തങ്ങളെ കാണാൻ അവസരം കിട്ടിയിട്ടില്ല. ആ ഉവൈസ് ബിൻ ആമിറിനെ കണ്ടാ നിങ്ങൾ കൈപിടിച്ച് ദ്വാർപ്പിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ കൊല്ലം ചോദിക്കുമ്പോ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം കിട്ടിയപ്പോ എവിടെ എന്ന് ചോദിച്ചു. അന്വേഷിക്കാൻ തുടങ്ങി. അപ്പൊ ചിലര് പറഞ്ഞതാ മരുഭൂമിയിലുണ്ട്, ആടിനെയും ഒട്ടകങ്ങളെയും മേച്ച് അവിടെ കഴിയുന്നുണ്ട്, ഹജ്ജിന് വന്നതാണ്. പലരുടെയും ആടുകളെയും ഒട്ടകങ്ങളെയും മേയ്ക്കുകയാണ്, അവിടെ ഒരു ഭാഗത്ത് നിസ്കരിക്കുകയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാനാകുമ്പോ ജനങ്ങളുടെ ഇടയിലേക്ക് വരും, അല്ലെങ്കിലോ ഒറ്റപ്പെട്ട് താമസിക്കും, ആരെയും അറിയേണ്ടതില്ല, ആർക്കും പിടികൊടുക്കേണ്ടതില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മഹാന്മാരും ഔലിയാക്കളിലുണ്ട്, ഒരുപാട് മഹാന്മാരുണ്ട്. അഹ്ലുൽ ഖുമൂൽ എന്നവർക്ക് പറയും. അതിൽപ്പെട്ട മഹാനാണ് ഉവൈസ് ബിൻ ആമിർ തങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും രണ്ടുപേരും കൂടി തെരഞ്ഞു പോവുകയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നുണ്ട് ഒരു മരുഭൂമിയിൽ, ചുറ്റുഭാഗത്തും ആടുകളുണ്ട്, ഒട്ടകങ്ങൾ മേയുന്നുണ്ട്. സലാം വീട്ടിയപ്പോ സലാം പറഞ്ഞു, സലാം മടക്കി. ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു നിങ്ങളെ പേരെന്താണ്? അപ്പോൾ പറഞ്ഞു അബ്ദുല്ലാഹ്. നേർക്ക് നേരെ പേരും കൂടി പറയുന്നില്ല, എന്നെ ആരും അറിയണ്ട, എനിക്ക് പറയാൻ പറ്റിയൊരു പേരതാണല്ലോ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. അതല്ല ചോദിച്ചത്, ഉമ്മ വെച്ച പേരെന്താണ്? നിങ്ങൾക്ക് ഉമ്മ വിളിച്ച പേരെന്താണ്? ഇത് തന്നെ ഉറപ്പാക്കണ്ടേ, അതിന് ചോദിക്കാണ്. എന്താ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ തങ്ങളാണ് കേട്ടപ്പോ പെട്ടെന്ന് എഴുന്നേറ്റു, വല്ലാത്ത ബഹുമാനത്തോടെ നിന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാദാ സിഹ്റുൽ മുസ്തഫ വ ഖതനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖതനാണിത്, മരുമകനാണിത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ വല്ലാത്ത സന്തോഷമായി. പിന്നെ ഉവൈസ് റളിയല്ലാഹു അൻഹു ഇവരെ കൈപിടിക്കാരാ നോക്കുന്നത്, അവരോട് വിശേഷങ്ങൾ ചോദിക്കാണ്. ഇങ്ങോട്ട് ചോദിക്കണമെന്ന് മറുപടി ഇല്ല. ഇനി നിങ്ങൾ പറയൂ, നിങ്ങളെ പേരെന്താ? അപ്പഴാ ലാസ്റ്റ് പേര് പറഞ്ഞു, എന്റെ പേര് ഉവൈസാണ്. നിങ്ങൾക്ക് ഉമ്മ ഉണ്ടായിരുന്നില്ലേ? ഉമ്മ ഉണ്ടായിരുന്നു. ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ദിർഹമിന്റെ വലുപ്പം ബാക്കിയുണ്ട്, അതൊന്ന് കാണണം. അത് കാണിച്ചു കൊടുത്തു. ശരിയാണ്, ഒരു ദിർഹമിന്റെ വലുപ്പത്തിൽ ഒരു കലയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കൈപിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു. അലി റളിയല്ലാഹു അൻഹു കൈപിടിക്കുന്നു, മുസാഫഹത്ത് ചെയ്യുന്നു. നിങ്ങളൊന്ന് ദുആർന്ന് തരണേ. ഉവൈസ് തങ്ങൾ പറയുന്നു, ഞാൻ ദ്വാർക്കേണ്ട ആളല്ല, നിങ്ങളാണ് ദ്വാർക്കേണ്ടവര്. കാരണം നിങ്ങളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവർ, കൂടെ നടന്നവർ, കൂടെ ഇരുന്നവർ, കൂടെ നിസ്കരിച്ചവർ, എല്ലാറ്റിലും തങ്ങളോടൊപ്പം കൂടി അവിടുത്തെ കൈകളിൽ നിന്ന് പൊരുത്തം വാങ്ങി അവിടുത്തെ നാവിൽ നിന്ന് സ്വർഗത്തിന്റെ വാഗ്ദാനവും കിട്ടിയവരാണ്. നിങ്ങളാണ് ദ്വാർക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറഞ്ഞാ വിടൂല. ഞങ്ങളോട് തങ്ങൾ വഫാത്താകുന്നതിന്റെ ഒരു വർഷം മുമ്പ് യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ മാ അംദാദി അഹ്ലിൽ യമൻ മിൻ ഖറനിൻ മിൻ മുറാദ്. ഖറൻ ഗോത്രത്തിൽപ്പെട്ട മുറാദ് പ്രവിശ്യയിൽ ജീവിക്കുന്ന ഉവൈസ് ഇബ്നു ആമിർ വരും. കണ്ടാൽ ദ്വാർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദ്വാർന്ന് തന്നേ പറ്റൂ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനുഭാവന് നൽകിയ സർട്ടിഫിക്കറ്റ് കണ്ടോ? ഉമ്മമാരെ വലിച്ചെറിഞ്ഞ്, ഉപ്പമാരെ വലിച്ചെറിഞ്ഞ്, എന്തെങ്കിലും ഉദ്യോഗം കിട്ടുമ്പോഴേക്ക്, ജോലി കിട്ടുമ്പോഴേക്ക്, ഏതെങ്കിലും ആണിന്റെ പെണ്ണിന്റെ പളവളക്കുന്ന ശരീരം കണ്ട് സുഹൃത്തെ ചാടിപ്പോകണ്ട, പെങ്ങളെ വീട് വിട്ടു പോകണ്ട. ഒരു പക്ഷേ അന്തസ്സോടെ നീ ജീവിച്ചെന്ന് വരും. ഇല്ല ഇല്ല, ഈ പൊരുത്തക്കേടിന് പകരം തരാതെ അല്ലാഹ് ആത്മാവ് കൊണ്ടുപോകൂല. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചില്ലേ, കുല്ലു ദുനൂബി മുഅഖറത്തുൽ ലിഅജ്ലിഹാ. എല്ലാ ദോഷങ്ങളും അതിന്റെ ഒരു ടൈമുണ്ട്, ആ ടൈമിലേക്ക് പിന്തിക്കപ്പെടും. ഒരു പക്ഷേ നീ ഇവിടെ സ്വകാര്യതയിൽ ചെയ്ത ദോഷത്തിന് അല്ലാഹു ദുനിയാവിൽ
ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നീ മദ്യപിച്ചതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നീ നിസ്കരിക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ നോമ്പ് നോൽക്കാത്തതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, ഇവിടെ കളവ് നടത്തിയതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം, കളവ് പറഞ്ഞതിന് ശിക്ഷ തന്നില്ലെന്ന് വരാം. പക്ഷേ എല്ലാ ദോഷങ്ങളും അതിന്റെ അവധിയിലേക്ക് പിന്തിക്കപ്പെടും. ഇല്ലൽ ആഖലിൽ വാലിദൈൻ, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതൊഴികെ അതിന്റെ ശിക്ഷ അവിടെ എത്തിയിട്ടല്ല കൊടുക്കുക. ഫഇന്നഹു യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിദ്ദുനിയാ, ആരാണ് വെറുപ്പിച്ചത്? ദുനിയാവിൽ വെച്ചതിന്റെ ശിക്ഷ കൊടുക്കാതെ റബ്ബ് കൊണ്ടുപോകൂല. ഇതുകൊണ്ടാ പറയുമ്പോ ചിന്തിക്കണം. വാർദ്ധക്യമെത്തിയ മാതാപിതാക്കൾ ചോദിച്ചത് പിന്നെയും ചോദിച്ചു കൊണ്ടിരിക്കും, പറഞ്ഞത് പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. ഓർമ്മക്കേടൊരു കാരണമായിരിക്കും. മുന്നിലെത്തിയാൽ ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാല് നീ ഇപ്പൊ പാത്രം എടുത്തുകൊണ്ട് പോയിട്ടേ ഉണ്ടാകുള്ളൂ, ഭക്ഷണം കഴിച്ചില്ല എന്ന് പറയും. ബാപ്പാനെ ചീത്ത പറയരുത്. പ്രായാധിക്യമുള്ള ഉമ്മാനോട് കറുത്ത മുഖം കാണിക്കരുത്. അതുകൊണ്ട് ആ പ്രായാധിക്യം എടുത്തു പറഞ്ഞത്. ഇവരൊന്ന് മരിച്ചെങ്കിൽ നഊദു ബില്ലാഹ് ചിന്തിക്കരുതേ. നമ്മളെ അവർ പോറ്റി വളർത്തിയപ്പോ രോഗാതുരനായി കിടക്കുന്ന മകൻ വെന്റിലേറ്ററിൽ കിടക്കുമ്പോഴും ഉമ്മാന്റെ ദുആ എന്താണെന്നറിയോ? പടച്ചോനെ, എന്റെ മകൻ വിടവാങ്ങിയിട്ട് ആ ഒരു ജനാസ കാണേണ്ട ഒരവസ്ഥ എനിക്ക് തരല്ലേ അല്ലാ. നമ്മളിപ്പോ പ്രായാധിക്യത്തിന് മാതാക്കളെ നോക്കുമ്പോ, പിതാക്കളെ നോക്കുമ്പോ ഏറിയാലൊരു 10 വർഷം, ഏറിയാലൊരു 15 വർഷം, അതിനപ്പുറം സഹിക്കേണ്ടതില്ലല്ലോ എന്നൊരു ചിന്ത പോലും വന്നു പോകാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, പ്രായാധിക്യത്തിൽ പലതും ചോദിക്കും. വെറുപ്പുളവാകുന്നൊരു മൈൻഡ് നീ അവരോട് കാണിക്കരുത്. അവർ പറഞ്ഞതൊരിക്കലും നീ തിരുത്തരുത്. ചോദിച്ചത് 10 വട്ടം ചോദിച്ചാലും ജവാബ് പറയണം. എന്റെ ബാല്യം നീ ഓർക്കണം. ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്തിൽ 18 അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കൂടി പറയാൻ ഇപ്പൊ നമ്മുടെ സമയം അനുവദിക്കൂല. ഈ 3 ആയത്തുകളിലൂടെ 18 അദബ് പഠിപ്പിക്കുന്നുണ്ട്. ബാപ്പമാരോട് മക്കൾ പാലിക്കേണ്ട അദബുകൾ. ഏറ്റവും പ്രധാനമായി സംസാരത്തിൽ പൊരുത്തക്കേടൊരിക്കലും സംഭവിക്കരുത്. അതാണ് അള്ളാഹു എടുത്തു പറയാൻ കാരണം. പ്രായാധിക്യത്തിലെ ബാപ്പ ഒന്ന് ചോദിച്ചു, മോനെ ഉമ്മ എവിടെ പോയി? ഉമ്മ ഇവിടെ ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് 1 മിനിറ്റ് കഴിഞ്ഞപ്പോ പിന്നെയും ചോദിച്ചു, മോനെ ഉമ്മ എവിടെ പോയി? ഉമ്മ ഇവിടെ ഉണ്ട്. പിന്നെയും ചോദിച്ചു, ഉമ്മ എവിടെ? ഉമ്മ ഇവിടെ ഉണ്ട്. നിങ്ങളോടല്ലേ പറഞ്ഞു ഉമ്മ ഇവിടെ ഉണ്ട്? പിന്നെയും ചോദിക്കും. പറയരുത്. കുട്ടിക്കാലത്ത് ആ ഉപ്പാന്റെ മടിയിലും ഉമ്മാന്റെ മടിയിലും ഇരുന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ഇങ്ങനെ കണ്ടപ്പോ ബാപ്പ അതെന്താ? ബസ്. പിന്നെ ബാപ്പ അതെന്താ? ബസ്. 25 വട്ടം ചോദിച്ചപ്പോഴും ബാപ്പ എന്താ ഒരേ സ്വരത്തിലല്ലേ പറഞ്ഞു ബസ് ബസ് ബസ്. എപ്പോഴെങ്കിലും പറഞ്ഞാ നിനക്ക് ഓർമ്മ വരൂലേ? എടുത്തു മടി നിട്ടാ? ഇല്ലല്ലോ. വലിച്ചെറിഞ്ഞോ നിന്നെ? ഇല്ലല്ലോ. ഇപ്പൊ ആ പ്രായാധിക്യത്തിൽ ആവർത്തിച്ച് ബാപ്പ ചോദിക്കുമ്പോ, ഉമ്മ ചോദിക്കുമ്പോ നിനക്ക് കണ്ടുകൂടാ, നിനക്കത് കേട്ടുകൂടാ. നീ അന്വേഷിക്കുന്നത് വൃദ്ധസദനമാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വൃദ്ധസദനത്തിലൊക്കെ കഴിയുന്ന മാതാപിതാക്കൾ അവരുടെ മക്കളെ പറ്റി പറയുന്ന നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ കേട്ട സഹോദരങ്ങളെ, നല്ല സ്റ്റാറ്റസ് ഉള്ള മക്കള്, ജീവിക്കാൻ ഒന്നാന്തരം ഐശ്വര്യമുള്ള മക്കള്. ആരാണ് ഐശ്വര്യത്തിന് കാരണക്കാരി? ബാപ്പയും ഉമ്മയുമാണ്. ഇപ്പോഴും എന്റെ മനസ്സിൽ ഞെട്ടലോടെ മാറാത്തൊരു വാർത്തയുണ്ട്. പത്രങ്ങളിൽ വന്ന വാർത്ത. ഞാൻ നാടും പേരൊന്നും പറയുന്നില്ല. ഉമ്മ മരണപ്പെട്ടു. വൃദ്ധസദനത്തിൽ കഴിയുന്ന ഉമ്മ മരണപ്പെട്ടു. വൃദ്ധസദനത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ 2 പേരും ഡോക്ടറാണ്. ആ ഉമ്മാക്കും ബാപ്പാക്കും ഒരാണും ഒരു പെണ്ണും ഉള്ളത്. ആണിനെയും പെണ്ണിനെയും വിളിച്ചു, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ വരണം. എന്താ മറുപടി എന്നറിയോ? ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് പേഷ്യന്റ് ഉണ്ട്, നാളെ വേണമെങ്കിൽ വരാം. എന്താ കൊടുക്കുന്ന മറുപടി? എന്താണ് ഈ മറുപടി? ഇതൊന്ന് അടിവരയിട്ട് വായിച്ചാൽ എത്രമാത്രം വലിയ ദുഃഖമാണ്, എത്രമാത്രം വലിയ സങ്കടമാണ്.
ഒരിക്കലും അരുത്. ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, ബാപ്പാനെ നീ തടയരുത്, ഉമ്മാനെ തടയരുത്. നിന്റെ ബാപ്പ നിന്റെ വീട്ടിൽ വന്നാൽ നിന്റെ കുറ്റം പറയും. ബാപ്പാ ഈ പടി നിങ്ങൾ ചവിട്ടരുത് എന്ന് പറയരുത് മോനെ. നിന്റെ മക്കളെ മോത്ത് നോക്കിയിട്ട് ബാപ്പ നിന്റെ കേട് പറഞ്ഞാലും വലാ തൻഹർഹുമാ, ബാപ്പാനെ തടയരുത്, ഉമ്മാനെ തടയരുത്. ബുദ്ധിമോശം കൊണ്ടോ ചെന്നിയുടെ അസുഖം കൊണ്ടോ പ്രായാധിക്യം മൂത്ത ബാപ്പ നിന്നെ കയർത്തിട്ട് നിന്നോട് തെറി പറയും. ബാപ്പ വന്നിട്ട് ലക്കും കെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ബാപ്പാനെ റൂമിൽ കെട്ടിയിടരുത്, ബാപ്പാനെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഉമ്മാനും ബാപ്പാനൊക്കെ കൂടെ കൊണ്ടുപോകാൻ മടിയുള്ള ആൾക്കാർ ആധുനിക യുഗത്തിൽ എന്താ ചെയ്യുന്നറിയോ? ബാപ്പാനും ഉമ്മാനും നോക്കാൻ വേലക്കാരികളെ വെച്ചിട്ട് അവര് വേറെ ഫ്ലാറ്റിൽ താമസിക്കാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ബാപ്പാനും ഉമ്മാനും ഫ്ലാറ്റിൽ താമസിച്ചിട്ട് കോടിക്കണക്കിന് അവരെ പരിപാലനത്തിന് കൊടുത്തിട്ടും കാര്യമില്ല. ആ ബാപ്പാന്റെ ഉമ്മാന്റെ മനസ്സിലുള്ളൊരു നൊമ്പരുണ്ട്. പടച്ചോനെ, ഈ മക്കളൊക്കെ വലുതാകുന്നതിന് മുമ്പ് മരിച്ചാ മതിയായിരുന്നു, ഈ ഒരവസ്ഥ അനുഭവിക്കേണ്ടില്ലായിരുന്നല്ലോ. മക്കളിലേക്ക് മടക്കരുത് എന്ന് പറഞ്ഞ ഉമ്മമാരത്രണ്ട്. 4 മക്കളുണ്ട്, ഒരു മക്കളെടുത്ത് കുഞ്ഞെ കൊണ്ടുപോകരുത്. കാരണം ഞാൻ എന്തു പറഞ്ഞാലും അവർ പെരടിക്ക് തല്ലാണ്. എന്റെ കാലിനവര് മേടുകയാണ്, കല്ലുകൊണ്ട് കുത്തുകയാണ്, വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം ചോദിച്ചാൽ അവര് വന്നിട്ട് ശബ്ദിച്ചുകൊണ്ട് എന്നെ കിടത്തുകയാണ്, ഭക്ഷണം തരുന്നില്ല. സുബ്ഹാന മൻ ജല്ല ജലാലുഹു, ബാപ്പാന ഉമ്മാന ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, ബാപ്പാനെ തടയരുത്, ഉമ്മാനെ തടയരുത്. നമ്മുടെ വീട്ടിലൊരു റൂമും അവർക്ക് കയറാൻ പറ്റാത്തതാകരുത്. മുമ്പ് കണ്ടില്ലേ നിങ്ങൾ, ഗൾഫിലെ ഒരു സഹോദരൻ, ഒരു അറബി സഹോദരൻ, അദ്ദേഹത്തിന്റെ മക്കളിൽ ഏറ്റവും ചെറിയ മകൻ, ആ കുട്ടി ഒരു ദിവസം ഒരു വീടിന്റെ ചിത്രം വരച്ചു. അപ്പൊ ഈ അറബി സഹോദരൻ വന്നിട്ട് ചോദിച്ചു, ഇൻത മുഹന്ദിസ്, നീ എഞ്ചിനീയർ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, എഞ്ചിനീയർ ആകാൻ താല്പര്യമുണ്ട്. നല്ല പണി തന്നെയല്ലേ, പഠിച്ചാൽ നല്ല കാര്യം തന്നെയല്ലേ, എഞ്ചിനീയർ ആകാൻ താല്പര്യമുണ്ട്. ചെറിയ കുട്ടിയാ, 4 വയസ്സായ കുട്ടി ഒരു പ്ലാൻ വരച്ച, ഒരു വീട് വരച്ചതാ. അപ്പൊ ആ വീട്ടിൽ ഒരുപാട് റൂമുണ്ട്. ഇതെന്താന്ന് ചോദിച്ചു. ഇത് സിറ്റ് ഔട്ടാണ്. ഇതോ ഇത് ഡൈനിങ് ഹാളാണ്. ഇതോ ഇത് ടോയ്ലറ്റ് ആണ്. ഇതോ ഒരു വലിയ റൂം വരച്ചു. അതിൽ കട്ടിലുണ്ട്, ഫർണിച്ചർ ഉണ്ട്, പലതും ഉണ്ട്, കസേരയുണ്ട്, സോഫയുണ്ട്, എല്ലാ സൗകര്യവും. ഇതോ ഇത് നിങ്ങളെ റൂമാണ്. വീടിനോട് ചാരിയിട്ട് വീടിന്റെ പുറത്ത് ഒരു ചെറിയ ഇടുങ്ങിയ റൂം വരച്ചിട്ടുണ്ട്. ഇതാര റൂമാണ്? ഇതെന്താണ്, ടോയ്ലറ്റ് ആണോ, അല്ലെങ്കിൽ ജനങ്ങൾ വന്നാൽ കയറിയിരിക്കുന്ന സ്ഥലമാണോ? ലാ ലാ, ഇതെന്താണ്? ഇത് ബൈതു വാലിദിക് ബൈതു ജദ്ദി, എന്റെ വല്ലിപ്പാന്റെ വീടാണ്, വല്ലിപ്പാന്റെ റൂമാണ്. ആൾ നെട്ടിത്തിരിച്ചു പോയി. വല്ലിപ്പാക്ക് കൊടുത്ത സൗകര്യം കുറഞ്ഞ റൂം ഈ ചെറിയ കുട്ടി വരച്ചു കാണിച്ചപ്പോ അപ്പയാണ് ആ മകന്റെ മനസ്സിലൊരു നൊമ്പരം. ഞാൻ ഈ താമസിക്കുന്ന ഫർണിച്ചറുകളിൽ ഒരു കസേര പോലും എന്റെ ഉപ്പാന്റെ റൂമിലില്ല, ഒരു മെത്ത പോലും എന്റെ ഉപ്പാക്ക് വിരിച്ചു കൊടുത്തിട്ടില്ല, നേരെ ചൊഗ്ഗിനൊരു കട്ടില് പോലും എന്റെ ഉപ്പാക്കില്ല. ഉപ്പാനെ നിലത്തൊരു പായ വിരിച്ചല്ലേ കിടത്തിയിരിക്കുന്നത്. സ്വന്തം 2 കാലിൽ നടക്കാൻ കഴിയാത്തത് കൊണ്ട് വേച്ച് വേച്ച് അവലംബമാക്കി നടക്കുന്ന സ്വന്തം പിതാവിന്റെ റൂം പേരക്കുട്ടി വരച്ചങ്ങ് കാണിച്ചപ്പോ അപ്പയാണ് ഇടിമിന്നലേറ്റതുപോലെയാണ് ചിന്തിക്കുന്നത്. ശരിയാ, ബാപ്പാനെടുത്ത് പോയിട്ട് പറയുന്നു, ബാപ്പാ ഈ റൂമിൽ നിന്ന് നിങ്ങൾ മാറി വരണം, എന്റെ റൂമിലേക്ക് വരണം. ബാപ്പ പറയുന്നു, മോനെ കുറച്ച് കാലമായല്ലോ ഞാനിവിടെ കൂടാൻ തുടങ്ങിയിട്ട്, ഇത് തന്നെ മതി, അത് പറയരുത് ബാപ്പാ. അഫ്വൻ വസംഹൻ യാ അബീ, എന്നോട് മാപ്പാക്കണം, നിങ്ങൾ എണീറ്റ് വരണം. ബാപ്പാനെ താങ്ങി പിടിച്ചിട്ട് ആ ബാപ്പയെ സ്വന്തം സൗകര്യമുള്ള വിശാല റൂമിലേക്ക്, അതിന്റെ ഫർണിച്ചറുടെ കസേരയില് ഒരു പക്ഷേ ആദ്യമായി ഇരിക്കുകയായിരിക്കും ആ ബാപ്പ. ബാപ്പാനെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോ പേരമക്കളൊക്കെ ബാപ്പാന്റെ വല്ലിപ്പാന്റെ, അവരെ വല്ലിപ്പാന്റെ ഈ മകന്റെ ബാപ്പാന്റെ അടുത്ത് വന്ന് ചുറ്റും പതിഞ്ഞിരുന്നു. ഓരോരുത്തരും ബാപ്പാന്റെ മുഖത്ത് ചുംബനം കൊടുത്തു, ബാപ്പാന്റെ മടിയിൽ കയറിയിരുന്നു. മക്കളോടൊക്കെ വാപ്പ കുശലാന്വേഷണം നടത്തി, വാത്സല്യത്തോടെ പെരുമാറി. അപ്പൊ ഈ പ്ലാൻ വരച്ച കുട്ടി എന്ത് ചെയ്തു എന്നറിയോ?
നേരെ ഒരു മായ്ക്ക് റബ്ബർ എടുത്തിട്ട് ആ ചെറിയ റൂം അങ്ങ് മായ്ച്ചു കളഞ്ഞു. ഇനി അത് പ്ലാനിൽ ആവശ്യമില്ല, എന്റെ ബാപ്പാക്ക് കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും ആലോചിക്കണം. ബാപ്പാനെ ഉമ്മാനെ പന്ത് തട്ടരുത്. ബാപ്പ ചോദിക്കണം, ഉമ്മയൊക്കെ മോനെ ഒരു 50 രൂപ താ, ഒരു 500 രൂപ താ. കൊടുക്കാൻ താല്പര്യമില്ലാത്തവര് എപ്പോഴെങ്കിലും കൊടുക്കണമെന്ന് ചോദിക്കും, നിങ്ങൾക്ക് എന്തിനാ പണം? ആ ബാപ്പ ഉമ്മ ഈ പ്രായാധിക്യത്തിന് കണ്ടുപിടിക്കാൻ പോകും. ഇനി ഒന്നിനുമില്ല എന്ന് കൂട്ടിക്കോളും. സന്തോഷത്തിന് അവരെ പോക്കറ്റിൽ വെക്കാനാണ്. ഒരു സന്തോഷം അവർക്ക് നൽകല്ലേ വേണ്ടത്. നമ്മളൊരു 500 പോകുന്ന നമ്മൾ കണക്കൂട്ടും. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളെ ആവശ്യമൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ട്. എന്താ ആവശ്യം? തക്കാളി വേണം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഫ്രൂട്ട്സ് വേണോ? മരുന്ന് വേണോ? ഒക്കെ ഞാൻ വാങ്ങിക്കൊണ്ട്. പൈസ നിങ്ങൾ എന്തിനാ വെറുതെ നിന്റെ പോക്കറ്റിൽ കുറച്ച് കാശുണ്ടെങ്കിൽ നിനക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. ആ വാപ്പാക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ, ആ ഉമ്മാക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. ഈ ദുനിയാവിൽ ആ നോട്ട് കൊണ്ടല്ലേ ആ സന്തോഷം. അത് എത്ര കൊടുത്ത് സന്തോഷം ഉണ്ടായിക്കോട്ടെ. അൽഹംദുലില്ലാ, എന്റെ മകൻ എനിക്കൊരു 1000 രൂപ കൊണ്ടുവന്നല്ലോ. സന്തോഷം. വാപ്പാന്റെ കൽബിലൊരു സന്തോഷം, ഉമ്മാന്റെ കൽബിലൊരു സന്തോഷം. എത്ര വലിയ മുതലാണത്.